ജെറമിയ പ്രവാചകന്റെ പുസ്തകം എന്നുള്ള വായന 16-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വചനങ്ങൾ. ജെറമിയായുടെ ഈ പുസ്തകത്തിലെ 3 കാര്യങ്ങൾ ജെറമിയായോട് ചെയ്യരുത് എന്ന് ദൈവം കൽപ്പിക്കുകയാണ്. അതിൽ ഒന്നാമത്തേതാണ്, നീ വിവാഹം കഴിക്കുകയോ നിനക്ക് മക്കൾ ഉണ്ടാവുകയോ ചെയ്യരുത്. രണ്ടാമത്തേത്, നീ ആഘോഷങ്ങളിൽ പങ്കെടുക്കരുത്. മൂന്നാമത്തേത്, മരിച്ച വീട്ടിൽ പോകരുത്. കാരണം അടിമത്വത്തിലേക്ക് ഇസ്രായേൽ ജനത പോകുന്നു. 1-ാം വചനം, ജെറമിയായുടെ പുസ്തകം 16-ാം അധ്യായം 1-ാം വചനം മുതൽ. ജെറമിയ ഏകാകി. കർത്താവ് എന്നോട് അരുളി ചെയ്തു, ഈ സ്ഥലത്ത് വെച്ച് നീ വിവാഹം കഴിക്കുകയോ നിനക്ക് മക്കൾ ഉണ്ടാവുകയോ അരുത്. ഈ സ്ഥലത്ത് വെച്ച് ജനിക്കുന്ന പുത്രി പുത്രന്മാരെ പറ്റിയും അവരുടെ മാതാപിതാക്കളെ പറ്റിയും കർത്താവ് അരുളി ചെയ്യുന്നു. മാരക രോഗത്താൽ അവർ മരിക്കും. അവരെ ഓർത്ത് ദുഃഖിക്കാനോ അവരെ സംസ്കരിക്കാനോ ആരും ഉണ്ടായിരിക്കുകയില്ല. നിലത്ത് വിതറിയ വളം എന്ന പോലെ അവർ കിടക്കും. അവർ വാളിനും പട്ടിണിക്കും ഇരയാകും. അവരുടെ മൃതദേഹങ്ങൾ ആകാശത്തിലെ പക്ഷികളും ഭൂമിയിലെ മൃഗങ്ങളും ഭക്ഷിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, നീ വിലാപഗ്രഹത്തിൽ പോവുകയോ വിലപിക്കുകയോ അവരോട് സഹതപിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ നിന്റെ സമാധാനം ഈ ജനത്തിൽ നിന്ന് ഞാൻ പിൻവലിച്ചിരിക്കുന്നു. എന്റെ സ്നേഹവും കരുണയും അവർക്കുണ്ടായിരിക്കുകയില്ല. വലിയവരും ചെറിയവരും ഒന്നുപോലെ ഈ ദേശത്ത് മരിച്ചു വീഴും. ആരും അവരെ സംസ്കരിക്കുകയില്ല. അവരെക്കുറിച്ച് ആരും വിലപിക്കുകയില്ല. ആരും തന്നെ മുറിവേൽപ്പിച്ചും തലമുണ്ടനം ചെയ്തും ദുഃഖം ആചരിക്കുകയില്ല. മരിച്ചവരെ കുറിച്ച് വിലപിക്കുന്നവന് ആശ്വാസമേകാൻ ആരും അപ്പം മുറിച്ചു കൊടുക്കുകയില്ല. മാതാവിന്റെയോ പിതാവിന്റെയോ വേർപാടിൽ ദുഃഖിക്കുന്നവന് ആരും ആശ്വാസത്തിന്റെ പാനപാത്രം നൽകുകയില്ല. വിരുന്ന് നടക്കുകയോ വീടുകളിൽ പോവുകയോ അവരോട് ചേർന്ന് തിന്നുകയോ കുടിക്കുകയോ അരുത്. എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങളുടെ കൺമുമ്പിൽ വച്ചു തന്നെ ഈ ദേശത്തു നിന്ന് ഉല്ലാസത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ആരാവം, മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരവും ഞാൻ ഇല്ലാതെയാക്കും. ജനത്തോട് നീ ഇത് പറയുമ്പോൾ അവർ ചോദിക്കും, എന്തിനാണ് കർത്താവ് ഞങ്ങൾക്കെതിരായി ഇത്ര വലിയ ദുരിതങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്? എന്താണ് ഞങ്ങൾ ചെയ്ത തെറ്റ്? ഞങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായി എന്തു പാപമാണ് ഞങ്ങൾ ചെയ്തത്? അപ്പോൾ നീ അവരോട് പറയണം, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ ഉപേക്ഷിച്ചു. അവർ അന്യദേവന്മാരെ സ്വീകരിക്കുകയും സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു. അവർ എന്നെ പരിത്യജിച്ചു, എന്റെ നിയമം പാലിച്ചില്ല. നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ പിതാക്കന്മാരുടേതിനേക്കാൾ ചീത്തയാണ്. നിങ്ങൾ തന്താങ്ങളുടെ കഠിന ഹൃദയത്തിന്റെ ദുഷ്ടമായ ഇംഗിതങ്ങളെ പിൻചൊല്ലുന്നു. എന്നെ അനുസരിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ജെറമിയ പ്രവാചകനോട് അങ്ങ് അരുളി ചെയ്യുന്നു, നീ 3 കാര്യങ്ങൾ ചെയ്യരുത്. 1, വിവാഹം കഴിക്കരുത്, മക്കൾ ഉണ്ടാകരുത്. 2, മൃതസംസ്കാരമുള്ള വീടുകളിൽ പങ്കെടുക്കരുത്. 3, വിരുന്നുകളില് പോകരുത്. ഇത്രയും കഠിനമായ ശിക്ഷ കൊടുക്കുന്നത് എന്തിന് എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാര് പാപകരമായ ജീവിതത്തിലൂടെ കടന്നുപോയി, പ്രതിഷ്ഠകളെ ആചരിച്ചു, പ്രതിഷ്ഠകളെ വണങ്ങി, കർത്താവിന് ഇഷ്ടമില്ലാത്ത ചെയ്തികൾ ചെയ്തു. അവരുടേക്കാൾ കൂടുതൽ വലിയ പാപമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ദൈവമേ, ഇത് മനസ്സിലാക്കിക്കൊണ്ട് ജെറമിയായുടെ ജീവിതം കണ്ടുകൊണ്ട് അടിമത്തം വരുന്നു എന്ന് മനസ്സിലാക്കാനും എളിമ നിറഞ്ഞ ഹൃദയവും അനുതാപം നിറഞ്ഞ ഒരു ഹൃദയവും ഞങ്ങൾക്ക് നൽകണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഏറ്റവും പ്രിയമുള്ളവരെ, ഈ 16-ാം അധ്യായം നിങ്ങൾ വായിക്കണം. ആ ജെറമിയായുടെ കഷ്ടപ്പാട് കാണണം. നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യണം. വചനം എത്രയോ ശക്തമാണ്. ഞാൻ വചനം വായിക്കുമ്പോൾ അരൂപിയുടെ നിറവ് എന്നിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.